പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയായി നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ബൈബിൾ സ്റ്റഡിയുടെ 10-ാമത്തെ ദിനം ദൈവസന്നിധിയിൽ ഒരുമിച്ച് ദൈവദിനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 9 അധ്യായങ്ങളും 9 ക്ലാസ്സുകളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നു ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾക്കത് സമയം കിട്ടുന്നതിനനുസരിച്ച് ഏതെങ്കിലും ക്ലാസ്സുകൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡറിൽ നിങ്ങളത് ശ്രവിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ അറിവിനും വചനധ്യാനത്തിനും ഒക്കെ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരും. കഴിവതും അത് മിസ്സാകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ വർധനയ്ക്ക് അത് കാരണമായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. പ്രത്യേകം നമ്മുടെ ക്ലാസ്സിലുള്ള സമയത്തിൻ്റെ പരിമിതിയുണ്ട്, എങ്കിലും നിങ്ങൾക്ക് എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യമുണ്ട്. അത് ഏത് ഡൗട്ട്സും ക്ലിയർ ആക്കാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചിരിക്കുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അന്നേരം തന്നെ ആ വിഷയത്തിൽ മറുപടി പറയുന്നതായിരിക്കും. ഇനി റെഫർ ചെയ്യേണ്ടിയ വിഷയമാണെങ്കിൽ തീർച്ചയായും റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് മറുപടി തരുവാൻ ഞാൻ എന്നിൽ കഴിവതും ശ്രമിക്കുന്നതാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 29 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഗ്രഹിക്കുവാനിടയായി തീർന്നത്. ഞാൻ ഒരിക്കൽ കൂടി ആ വിഷയം അതിൻ്റെ പവർ പോയിന്റ് ഞാൻ ഷെയർ ചെയ്യാം. കാണാമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ 29 വരെയാണ് നമ്മൾ നിർത്തിയത്. 30 മുതലാണ് ഇന്ന് നോക്കേണ്ടത്. എങ്കിലും 29 ഒന്ന് ഓടിച്ചു പറഞ്ഞ് അതിനെ കണക്ട് ചെയ്ത് പോകേണ്ടതുകൊണ്ട് 29, 30 മുതൽ ഇന്ന് നമുക്ക് തുടർന്ന് നമ്മൾ കഴിവതും മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. 29, 30 വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാമോ? 29, 30 വാക്യങ്ങൾ. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരേണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തിയ ഭാഗമാണ് 29-ാം വാക്യം. അതുകൊണ്ട് 29-ാം വാക്യത്തിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ രീതിയിൽ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. എങ്കിലും ഓടിച്ച് ഞാൻ ആ വിഷയം പറയാം. 1-ാം നൂറ്റാണ്ടിലെ വിവാഹത്തെക്കുറിച്ച്, യഹൂദ വിവാഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു മണവാളിൻ്റെ സ്നേഹിതൻ ഉണ്ടായിരിക്കും. അദ്ദേഹമായിരിക്കും ആ വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തപരമായി ചെയ്യുന്നത്. അപ്പം ആ സ്നേഹിതനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുവാനിടയായി തീർന്നു. ഓക്കെ, സ്നേഹിതനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ഇടയായി തീർന്നത്. അപ്പം ആ വിവാഹത്തിന്റെ എല്ലാ കാര്യവും അതിൻ്റെ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹമാണ് ആ മണവാളനെ എന്താ പറയാ, മണവാളൻ വരാൻ വേണ്ടി വഴി ഒരുക്കുന്നത്. അത് മാത്രമല്ല, മണവാട്ടി ഒരുക്കിയെടുക്കുന്നത്, ഇവരെ ആ വിവാഹ ചടങ്ങിലേക്ക് ആനയിച്ച് അവിടുത്തെ എല്ലാ കാര്യവും ചെയ്ത് ആ വിവാഹം കഴിയുവോളം കൂടെ നിൽക്കുക എന്ന ഒരു പ്രവൃത്തിയാണ് തൻ്റെ. അപ്പൊ ആ വിവാഹത്തിന്റെ ചടങ്ങിൽ മണവാളൻ മണവാട്ടിയുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ, അല്ലെ മണവാളന്റെ സ്വരം കേട്ട് കഴിയുമ്പോൾ ഈ സ്നേഹിതന്റെ പ്രവൃത്തി അവസാനിക്കുന്നു എന്നാണ് നമ്മളത് പറഞ്ഞു നിർത്തുവാൻ ഇടയായി തീർന്നത്. ഇപ്പൊ ഇത് കർത്താവുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ പഠിക്കുവാൻ ഇടയായി തീർന്നു. മണവാളൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു, മണവാട്ടി എന്ന് പറയുന്നത് സഭ, അല്ലെ ദൈവജനം, മണവാളന്റെ സ്നേഹിതൻ എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ, മണവാളന്റെ സ്വരം എന്ന് പറയുന്നത് യേശുവിന്റെ വചനവും ശുശ്രൂഷയും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുവാനിടയായി തീർന്നു. അപ്പം ഒരു സ്നേഹിതൻ എന്ന നിലയിൽ ഈ യോഹന്നാൻ സ്നാപകൻ ചെയ്ത ശുശ്രൂഷ എന്തായിരുന്നു? പൂർണ്ണ വിജയമായിരുന്നു, അല്ലേ? പൂർണ്ണ വിജയമായിരുന്നു. അതാണ് നമ്മൾ അവിടെ കാണുവാനിടയായി തീർന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് മിക്ക ആളുകളും
അവരുടെ വിജയങ്ങളിൽ നേടിയ കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പുകഴ്ച നേടുന്നത്, അല്ലെ? അവരുടെ അനുയായികൾ, സ്വാധീനങ്ങൾ, അംഗീകാരങ്ങളൊക്കെ. എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഓരോ ദിവസവും യേശുവിന്റെ പുറകെ അനുഗമിക്കുന്ന ഒരു രംഗം കാണുമ്പോൾ പലപ്പോഴും പലരും പറഞ്ഞേക്കാം, യോഹന്നാൻ നിന്റെ ശുശ്രൂഷയുടെ പരാജയമാണ്. എന്നാൽ യോഹന്നാൻ ഇവിടെ പുഞ്ചിരിയോടെ, ചിരിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം പൂർണ്ണമായി നിറവേറ്റി എന്ന രീതിയിലാണ് യോഹന്നാൻ അവിടെ വളരെ സന്തോഷത്തോടെ തൻ്റെ പ്രവൃത്തി അവന് ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് അദ്ദേഹം പരിചയപ്പെടുത്തുക. അദ്ദേഹം അതിനുവേണ്ടി മാത്രം വന്നതാണ്, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നതാണ്. അത് അദ്ദേഹം വളരെ ഭംഗിയായി ചെയ്തു തീർത്തു എന്ന് നമുക്കതവിടെ കാണുവാനിടയായി തീർന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളും ക്രിസ്തുവിന്റെ മണവാട്ടി മാത്രമല്ല, ക്രിസ്തുവിന്റെ സ്നേഹിതനും കൂടെയാണ്. അപ്പൊ നമ്മൾ പ്രസംഗിക്കുക മാത്രമാണ് അല്ല, ഒരു മണവാളന്റെ സ്നേഹിതൻ എന്ന നിലയിൽ നമ്മൾ ആ ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച നിർത്തുവാനിടയായി തീർന്നു. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വമാണ് ശുശ്രൂഷ, അല്ലെങ്കിൽ പാപത്തിൽ കിടക്കുന്ന ജനത്തെ ക്രിസ്തുവുമായിട്ട് ബന്ധിപ്പിച്ച് ആ കർത്താവിന്റെ മണവാട്ടിയാക്കി തീർക്കുവാൻ വലിയൊരു ജനത്തെ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കിയെടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്രയാണ് അവിടെ പറഞ്ഞു നിർത്തിയത്. തുടർന്ന് നമ്മൾ നോക്കേണ്ട വളരെ ചെറിയൊരു വാക്യം കൊണ്ടാണ് ആ ഒരു പാരഗ്രാഫ് നിർത്തുന്നത്. അവിടെ പറയുന്ന വാക്യം 30-ാം വാക്യം, അവൻ വളരേണം ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് 30-ാം വാക്യം. ഈ വാക്യം അല്പം സമയമെടുത്ത് ചില കാര്യങ്ങൾ പറയേണ്ടിയ ഒരു ഭാഗം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ സംഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു വാക്യമാണിത്. അത് മാത്രമല്ല, ഇതിനെ ഒരു ലളിതമായി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം കൂടെയാണ്, സീരിയസ് ഇല്ലാതെ കൈകാര്യം ചെയ്യുന്ന വിഷയം കൂടെയാണ്. എന്നാൽ ഇത് കണ്ടമാനം തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയാറുമുണ്ട്. എന്നാൽ ഈ വാക്യത്തിന്റെ അർത്ഥം വളരെ ഗൗരവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ വളരേണം ഞാനോ കുറയണം. എന്താണ് ഈ ആകണം എന്ന വാക്കിന്റെ അർത്ഥം? അവൻ വളരേണം, ആകണം എന്ന വാക്കിന്റെ അർത്ഥം ഹി മസ്റ്റ് ഇൻക്രീസ്, ഐ മസ്റ്റ് ഡിക്രീസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് വാക്യത്തിലും ഒരു അനിവാര്യത, മസ്റ്റ് എന്ന വാക്ക്, അല്ലെ, അനിവാര്യത അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഗ്രീക്കിൽ ഈ വാക്ക് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്, ഡെയ് എന്ന വാക്ക്, DEI, ഡെയ് എന്ന വാക്ക്, അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ ഇപ്പൊ നോക്കിയതാണ്. അതിന്റെ അർത്ഥം എന്തായിരുന്നു? ഡിവൈൻ നെസസിറ്റി, ദൈവിക ആവശ്യകത എന്നൊരു അർത്ഥമാണ്. അല്ലെങ്കിൽ മോറൽ ഒബ്ലിഗേഷൻ, ധാർമ്മിക ബാധ്യത, അല്ലെ ലോജിക്കൽ ഇന്നെവിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ യുക്തിസഹമായ അനിവാര്യത. അപ്പൊ അതൊരു ദൈവിക ആവശ്യകതയായിരുന്നു. ഹി മസ്റ്റ് ഇൻക്രീസ് ആൻഡ് ഐ മസ്റ്റ് ഡിക്രീസ് എന്ന് പറഞ്ഞു. നമ്മൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ നോക്കിയാൽ, ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് 22, അവിടെ ഇങ്ങനെ ഒരു വാക്യം ഇതിനോട് ചേർന്ന്, ഇത് ഈ ഒരു പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് അവിടെ ഉണ്ട്. അവിടെ പറയുന്നത് ദ സൺ ഓഫ് മാൻ മസ്റ്റ് സഫർ, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും വേണം. ഡെയ് എന്ന വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഡെയ് എന്ന വാക്ക്. അതുപോലെയാണ് നമ്മൾ മറ്റൊരു വാക്യം കൂടെ നിങ്ങളോട് ഞാൻ പറയാം. അതായത് ഐ മസ്റ്റ് ബി അബൌട്ട് മൈ ഫാദേഴ്സ് ബിസിനസ്, 2:49 ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 49-ാം വാക്യം. അവിടെ പറയുന്നത്, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഐ മസ്റ്റ് ബി അബൌട്ട് മൈ ഫാദേഴ്സ് ബിസിനസ്. മനസ്സിലായി? അതിന്റെ അർത്ഥം എന്താ? അതൊരു ദൈവിക ആവശ്യകതയാ, പിടിച്ചു പറിക്കുന്നതൊന്നല്ല. അതൊരു ദൈവിക ആവശ്യകതയായി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതേ എന്ന പദം. അപ്പൊ അതൊരു എന്താ പറയാ, ഒരു മുൻഗണന വാക്കല്ല. ഇറ്റ്സ് നോട്ട് എ പ്രിഫറൻസ്, അല്ലെ, ഫസ്റ്റ് പ്രയോറിറ്റി എന്നൊരു അർത്ഥത്തിലല്ല. അത് മാത്രമല്ല, ഒരു ഭക്തി മൂലം ഉണ്ടായ ഒരു അഭിലാഷമല്ല. അതായത് ഒരു വിഷയത്തോട് ഒരു ക്രൈസ് തോന്നിയിട്ട് അതിനോട് ഒരു അനുകമ്പ തോന്നിയിട്ട് എനിക്കത് വേണമെന്നുള്ള അർത്ഥത്തിലല്ല മസ്റ്റ് എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യുത അത് മാറ്റാനാവാത്ത ഒരു ദൈവിക യാഥാർത്ഥ്യത്തിന്റെ പ്രസ്താവനയാണ്.
അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇറിവേഴ്സിബിൾ തിയോളജിക്കൽ റിയാലിറ്റി. ഇറിവേഴ്സിബിൾ തിയോളജിക്കൽ റിയാലിറ്റി, അത് മാറ്റാൻ പറ്റത്തില്ല ആ സ്റ്റേറ്റ്മെന്റ്. അല്ലാതെ അത് അങ്ങനെ സംഭവിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിലാണ് യോഹന്നാൻ സ്നാപകൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഹി മസ്റ്റ് ഇൻക്രീസ് ഐ മസ്റ്റ് ഡിക്രീസ് എന്നുള്ള വാക്ക്. അവൻ വളരണം, അവൻ വളരണം. എന്താണ് അതിന്റെ അർത്ഥം? അവൻ വളരണം. അപ്പൊ യേശു വളരുന്നത് യോഹന്നാൻ വളർത്തുന്നത് കൊണ്ടല്ല. യോഹന്നാനാണോ യേശുവിനെ വളർത്തുന്നത്? യോഹന്നാൻ പറയുക അവൻ വളരണം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ അല്ല യേശുവിനെ വളർത്തുന്നത്. അപ്പൊ യേശുവിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല. മനസ്സിലായോ? യോഹന്നാന്റെ ഒരു അധ്വാനവും കൊണ്ടും അല്ല യേശു വളരുന്നത്. അത് ചരിത്രത്തിന്റെ ഒരു ദിശയാണ്, അല്ല, ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഹിസ്റ്ററി. അതങ്ങനെ തന്നെ ആ ചരിത്രത്തിൽ സംഭവിക്കൂ എന്ന് യോഹന്നാൻ അറിയാം. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് വരുന്നത്, അവൻ വളരണം, അതങ്ങനെ സംഭവിക്കൂ. ഇനി നേരെ തിരിച്ചൊന്ന് നോക്കിക്കേ, ഞാനോ കുറയണം, ഐ മസ്റ്റ് ഡിക്രീസ്, ഐ മസ്റ്റ് ഡിക്രീസ് എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? അപ്പൊ യോഹന്നാൻ സ്നാപകൻ പറയുന്നതും ഇതുപോലെ തന്നെയാണ്. ഹി മസ്റ്റ് ഇൻക്രീസ് എന്ന് പറയുന്ന അതേ മീനിങ്ങിലാണ് ഐ മസ്റ്റ് ഡിക്രീസ് എന്ന് പറയുന്നത്. ഞാനോ കുറയണം എന്ന് പറയുമ്പോൾ യോഹന്നാൻ ഒരു വിലയില്ലാത്തവനായതുകൊണ്ടല്ല കുറയണമെന്ന് പറയുന്നത്. യാതൊരു കഴിവുമില്ലാത്ത ഒരു വ്യക്തി ആയതുകൊണ്ടാണോ? അങ്ങനെയല്ല. അവന്റെ ശുശ്രൂഷ പരാജയമായതുകൊണ്ടാണോ? അതുമല്ല. പിന്നെന്താണ്? യോഹന്നാനാണെങ്കിൽ എപ്പോഴും എങ്ങനത്തെ മനുഷ്യനായിരുന്നു? ഒരു പരിവർത്തിത വ്യക്തിയായിരുന്നു, അല്ലേ? ഒരു ചേഞ്ച് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു. എപ്പോഴും അവൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെ? പോയിന്റ് ചെയ്ത വ്യക്തിയായിരുന്നു, വഴി കാണിക്കുന്ന വ്യക്തി. അപ്പൊ എപ്പോഴും വഴി ഒരുക്കുന്ന ഒരു ശബ്ദമായി നിലകൊണ്ട ഒരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. അപ്പൊ ജനത്തിന് യഥാർത്ഥ സന്ദേശം വ്യക്തിപരമായി എത്തിക്കഴിയുമ്പോൾ ആ ശബ്ദ സ്രോതസ് നിലയ്ക്കും, സ്റ്റോപ്പ് ആവും. അതാണ് യോഹന്നാൻ ഇവിടെ ചെയ്തത്. യോഹന്നാന്റെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ആ നമ്മൾക്ക് ഈ നാട്ടിലൊക്കെ ഈ എന്താ പറയാ, വോട്ടിങ്ങിന്റെ സമയമാകുമ്പോൾ അതിന്റെ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ കോളാമ്പിയൊക്കെ വെച്ച് റോഡിൽ കൂടെ ഒക്കെ ഈ ശബ്ദം കേൾക്കാം, അല്ലേ? ആരാ പറയുന്നതെന്ന് അറിയാം. നമ്മൾ വീട്ടിലിരുന്നാലും സൗണ്ട് കേൾക്കാം, അല്ല രാവിലെ ചിലപ്പം അമ്പലത്തിലെ പാട്ടുകൾ കേൾക്കുന്ന കാണാം, സൗണ്ട് കേൾക്കാം. അവരുടെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കർ ഓഫ് ആക്കും. അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ പ്രവൃത്തി ഇത്രയേ ഉള്ളൂ. അവന്റെ ഉദ്ദേശം വല്ല വിധേനയും മനുഷ്യർ ക്രിസ്തുവിനെ അറിയണം. അവന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, അവന്റെ വായടക്കുകയും ചെയ്തു. ഒരു ലൗഡ് സ്പീക്കറിന്റെ ജോലി പോലെയായിരുന്നു. അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ കഥ നമ്മൾ പഠിക്കുമ്പോൾ ഒരിടത്തും താൻ യേശുവിന്റെ ഒപ്പം സമൂഹത്തിൽ വളരുന്നതായിട്ടല്ല കാണുന്നത്. യേശു ഒരു സൈഡിൽ വളരുന്നത് പോലെ തന്നെ ഇപ്പുറത്ത് യോഹന്നാൻ ആയിരങ്ങളും പതിനായിരങ്ങളും വെച്ച് ആൾക്കാർ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നില്ല. ജനങ്ങൾ തന്നെ വിട്ടുപോകുന്ന ആ ഒരു കുറവ്, ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ന്യൂനത യോഹന്നാന്റെ ലൈഫിൽ അനിവാര്യമായിരുന്നു എന്നാണ് നമ്മൾ യുക്തിയോടെ മനസ്സിലാക്കേണ്ടത്. അത് നീഡഡ് ആയിരുന്നു. അതാണ് ഐ മസ്റ്റ് ഡിക്രീസ്, അങ്ങനെ സംഭവിച്ചേ മതിയാകും. യോഹന്നാൻ സ്നാപകൻ അത് അംഗീകരിക്കുന്നത് ഒരു നഷ്ടബോധത്തോടെയല്ല. അയ്യോ, എനിക്ക് കഷ്ടമായി പോയല്ലോ, ഇത്രയും നാൾ ഞാൻ ഉണ്ടാക്കിയത്, ഇത്രയും നാൾ ഞാൻ അധ്വാനിച്ച് ഇത്രയും ആൾക്കാരെ കൂട്ടി വരുത്തിയത് എല്ലാം വേസ്റ്റ് ആയല്ലോ എന്നുള്ള ബോധ്യം യോഹന്നാനില്ല. പിന്നെന്തായിരുന്നു? യോഹന്നാൻ ഒരു കാര്യം മനസ്സിലായി, ഞാൻ എൻ്റെ വേല തികച്ചു. പ്രൈസ് ദി ലോർഡ്, ഐ ഫുൾഫിൽ മൈ ഡ്യൂട്ടി. എനിക്കുണ്ടായിരുന്ന വ്യക്തികൾ മുഴുവനും യേശുവുമായിട്ട് കണക്റ്റഡ് ആയി എന്ന സന്തോഷത്തോടെയാണ് യോഹന്നാൻ തന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ഈ വാട്ട് ഡിക്രീസ് കോസ്റ്റ് ജോൺ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ യഥാർത്ഥത്തിൽ വില കൊടുക്കേണ്ടി വന്ന ആ കുറവ് എന്തായിരുന്നു അത്ര വില കൊടുക്കേണ്ടി വന്ന അത് ഞാൻ കുറയണം എന്ന് പറയുമ്പോൾ ആ വിഷയം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ വിഷയത്തെ വളരെ ലഘുവായിട്ട് കാണാൻ പാടില്ല. എന്തായിരുന്നു ആ വില? യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷയുടെ ക്ലൈമാക്സില് ഇസ്രായേലിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു, അല്ലെ? ഏറ്റവും ഉന്നത നിലയിൽ ഏറ്റവും അംഗീകൃത മതവ്യക്തിയായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ.
രാജ്യം മുഴുവനും അദ്ദേഹത്തെ കേൾക്കാൻ കൂടിയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നിരീക്ഷിക്കാൻ പോലും ആരുണ്ടായിരുന്നു? സന്നിധി സംഘത്തിൽ നിന്ന് പ്രതിനിധികളെ പോലും വിടുമായിരുന്നു. യോഹന്നാൻ എവിടെ കൂടുന്നുണ്ടെങ്കിൽ അവിടുന്ന് അവിടുത്തെ സന്നിധി സംഘത്തിലെ ആൾക്കാരെ വിടും, പോയി കേട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ന്യായപ്രമാണത്തോട് എന്തെങ്കിലും എതിർത്ത് പറയുന്നുണ്ടോ. അത് മാത്രമല്ല, ഹേരോദ രാജാവ് പോലും അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു. അപ്പൊ അന്ന് ജീവിച്ചിരുന്ന ഏതൊരു വ്യക്തിയെക്കാട്ടിലും കൂടുതൽ സ്വാധീനം, അല്ലെങ്കിൽ കൂടുതൽ ദൃശ്യപരത എന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി, യോഹന്നാൻ എവിടെ കൂടുന്നു അവിടെ ആൾക്കാർ വരും, അല്ലേ? ഇന്ന് പല പ്രമുഖന്മാർ വന്നാലും ഒറ്റ മനുഷ്യൻ പോലും അടുക്കത്തില്ല. എന്നാൽ യോഹന്നാൻ സ്നാപകൻ എവിടെ വന്നോ അവിടെ ഭയങ്കര ക്രൗഡാ. അപ്പൊ ഈ വലിയ ദൃശ്യപരത ഉണ്ടായിരുന്നു, കൂടുതൽ പൊതു സ്വാധീനം ഉണ്ടായിരുന്നു. യോഹന്നാൻ പറഞ്ഞാൽ പലരും അനുസരിക്കും, കാരണം എല്ലാവർക്കും വലിയ ബഹുമാനവും ഭയവും ഉള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പിൻഗാമികൾ മെല്ലെ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറയാൻ തുടങ്ങി. കണ്ടോ, കർത്താവിന്റെ പുറകെ ഓരോ ദിവസം ജനക്കൂട്ടം അവനെ വിട്ടിട്ട് യേശുവിന്റെ പിന്നാലെ അനുഗമിക്കാൻ തുടങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ അദ്ദേഹം ഹേരോദാവ് അവനെ തടവിലാക്കുന്ന ഒരു രംഗമാണ് പിന്നീട് കാണുന്നത്. പിന്നീട് അദ്ദേഹത്തെ ശിരസ്ഛേദം ചെയ്യുകയാണ്, തല മുറിച്ചു മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരു തടവറയിൽ താൻ ഒറ്റയ്ക്ക് മരിക്കേണ്ടി വരികയാണ്. തൻ്റെ ജീവിതത്തിൽ ആയിരങ്ങൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, എന്നാൽ അതിൽ നിന്ന് ഒറ്റയ്ക്ക് ഒരു ജയിൽ മുറിക്കകത്ത് കഴിയേണ്ടി വരുന്നൊരവസ്ഥ. അപ്പൊ ഈ ജയിൽ മുറിക്കകത്ത് കഴിയുന്ന സമയത്ത് യേശു തന്നെയാണോ യഥാർത്ഥ വാഗ്ദത്ത മശിഹ എന്നൊരു ആശയക്കുഴപ്പം നിറഞ്ഞ ഒരു സന്ദേശം യേശുവിന് അയച്ചതായിട്ട് നമ്മൾ മത്തായി സുവിശേഷത്തിൽ കാണാം. ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു വേദന കൊണ്ടോ ഭാരം കൊണ്ടോ അവൻ ചോദിക്കുക. മത്തായി 11:3, മാത്യു ചാപ്റ്റർ 11:3 ഇങ്ങനെ കാണുന്നുണ്ട്. അവിടെ പറയുന്നത് എന്താ? വരുവാനുള്ളവൻ നീയോ, അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചതായിട്ടൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഈ ജയിൽ രംഗം വളരെ പ്രധാനമാണ്. അപ്പൊ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് സ്നാപക യോഹന്നാന് വളരെ വ്യക്തമായിട്ടും വളരെ ദൃഢമായിട്ടും പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ തൻ്റെ ഏകാന്തതയിൽ സംശയത്തിന്റെയും ആശയക്കുഴപ്പത്തിന്റെയും നിമിഷങ്ങൾ ഉടലെടുക്കുന്നു. കർത്താവേ, ഞാൻ ഇത്രയും നാളും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ നിന്നെക്കുറിച്ച് തന്നെയാണോ പ്രസംഗിച്ചത്? നീ തന്നെയാണോ വാഗ്ദത്ത മശിഹ? അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില ആശയക്കുഴപ്പങ്ങൾ വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വിശ്വാസം ഒരു നാടകീയമായ രീതിയിൽ മാറ്റം വന്നതല്ല. പിന്നെ എങ്ങനെയായിരുന്നു? എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് എന്താ മാറ്റം സംഭവിക്കാൻ കാര്യം? വിശ്വാസത്തിനല്ല മാറ്റം സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ ഏകാന്തതയുടെ വേളയിൽ, ഒറ്റയ്ക്ക് കിടക്കേണ്ട ആ പ്രതിസന്ധിയുടെ വേളയിൽ, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ താൻ ഇത്രയും കാലം പ്രസംഗിച്ചതിന്റെ കാരണത്താൽ തനിക്കൊരു ഷുവർട്ടിയും കൂടി വേണമായിരുന്നു, ഒരു ഉറപ്പും കൂടി വേണമായിരുന്നു. അതിനുവേണ്ടിയാ തൻ്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കൽ അയച്ച്, നീ തന്നെയാണോ കർത്താവേ വാഗ്ദത്ത മിശിഹ? ഞാൻ ഇത്രയും നാളും പ്രസംഗിച്ച പ്രസംഗം വൃഥാവായില്ലല്ലോ, അതൊന്ന് ഉറപ്പ് വരുത്താനാണ്. മനസ്സിലായോ? കാരണം അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് സമാധാനമായിട്ട് മരിക്കണം. കർത്താവേ, ഞാൻ ചെയ്ത ശുശ്രൂഷയിൽ ഞാൻ തൃപ്തനായി സന്തോഷത്തോടു കൂടെയാ പോകുന്നേ എന്നുള്ളൊരു സന്തോഷത്തോട്. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ അങ്ങോട്ട് അയക്കുവാനിടയായി തീർന്നു. അപ്പൊ കുറയുന്നത്, ഐ മസ്റ്റ് ഡിക്രീസ് എന്ന് താൻ പറയുമ്പോൾ, ഈ കുറയുക എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായ ഒരു കാര്യമല്ല. ആണോ? വേദനിക്കുന്നില്ല എന്ന് പറയാനൊന്നും കഴിയത്തില്ല. സത്യത്തിൽ ആള് കുറയുമ്പോൾ ഒരു നോർമൽ മനുഷ്യൻ എന്ന നിലയിൽ ഒരു മാനസിക വേദനയൊക്കെ ഉണ്ടാവും. അതങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് യോഹന്നാനും അറിയാം. അതങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. പക്ഷെ വേദനിക്കുന്നില്ല എന്ന് പറയത്തക്ക നിലയിൽ ഒരു യോഹന്നാൻ ഒരു റോബോട്ട് ഒന്നുമല്ല. ആണോ? അദ്ദേഹം ഒരു മനുഷ്യനാ, സാധാ മനുഷ്യനാ. പക്ഷെ അദ്ദേഹത്തിന് ആ വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെ. തൻ്റെ മനസ്സിലുള്ള ആ ഒരു സൈഡിൽ സന്തോഷം ഉള്ളപ്പോൾ തന്നെ തൻ്റെ വലിയ ക്രൗഡ് നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു വില, ഒരു കോസ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇനിയും നമ്മളിത്
നമ്മുടെ ലൈഫുമായിട്ട് നമ്മൾ ഇതൊന്ന് ചേർത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തായിരിക്കും ഈ കുറയുക എന്നുള്ളതിൻ്റെ ചില ഫോംസ് ഓഫ് ഡിക്രീസ് നമ്മുടെ ലൈഫിൽ നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ മിനിസ്ട്രിയിൽ, അല്ല നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഇത് എങ്ങനെ ഇത് മനസ്സിലാക്കുമെന്ന് നമ്മൾക്കിന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സെക്കൻഡ്, എറേസർ. ഓക്കെ, നമ്മുടെ ലൈഫിൽ ചില ഇതുപോലത്തെ സാഹചര്യങ്ങൾ ചിലപ്പം വരും. ഒന്ന്, നമ്മുടെ ശുശ്രൂഷപരമായ നിലയിലെ ചില സംഭവങ്ങൾ നമ്മൾ ഓർത്ത് നോക്കണം. ഒരു 5 കാര്യം ഞാൻ നിങ്ങളോട് പറയും. 5 കാര്യം. ഒന്ന്, ഈ നമ്മുടെ സ്വന്തം സഭയിൽ ആൾക്കാരൊക്കെ ചുരുങ്ങുമ്പോൾ, കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവർ കുറഞ്ഞ് മറ്റൊരു സഭ അതേ സമയത്ത് വല്ലാതെ വളരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മളിപ്പോ യോഹന്നാന്റെ ചരിത്രം പഠിച്ചു. ഇനി നമ്മുടെ ലൈഫിലും ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ സഭ ചുരുങ്ങുമ്പോൾ അതേസമയം മറ്റൊരു സഭ ഭയങ്കരമായിട്ട് വളർന്നു വരുന്നു. ആ മാനസികാവസ്ഥ എന്തായിരിക്കും? 2, ഇപ്പം നിങ്ങളെ വളർത്തിയെടുത്ത, അല്ലെങ്കിൽ നിങ്ങൾ നിർമ്മിച്ച ഒരു ചർച്ച്, നിങ്ങൾ സ്ഥാപിച്ച ഒരു സഭ നിങ്ങളെ ആ കർത്തവ്യത്തിൽ നിന്ന് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ, അല്ലേ? ബീങ് റീപ്ലേസ്ഡ് ഇൻ എ റോൾ യു ബിൽഡ്. നിങ്ങളായിരിക്കും ചിലപ്പോൾ ആ സഭ വളർത്തിയെടുത്ത്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം വളർത്തിയെടുത്ത്, പെട്ടെന്ന് മറ്റൊരു നേതൃത്വം വരുമ്പോഴത്തേന് നിങ്ങളെ ആ സ്ഥാനത്തു നിന്ന് മാറ്റുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? 3-ാമത്തെ ഒരു ചിന്ത, ഇപ്പം നമ്മളെ, അല്ലെങ്കിൽ നിങ്ങൾ പരിശീലിപ്പിച്ച വ്യക്തികൾ നിങ്ങളെക്കാൾ പ്രതിഭാശാലിയാകുമ്പോൾ തോന്നുന്ന അവസ്ഥ. ട്രെയിനിങ് സം വൺ ഹു ബിക്കം മോർ ഗിഫ്റ്റഡ്. നിങ്ങളായിരിക്കും ട്രെയിൻ എടുത്ത ഒരു വ്യക്തി. കുറെ കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളെക്കാൾ മെച്ചമായി ഹയർ പോസ്റ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു ഉന്നത നിലവാരത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അന്നേരം ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? 4-ാമത്തെ ഒരു കാര്യം, വർഷങ്ങൾ നീണ്ട ശുശ്രൂഷ ചെയ്തിട്ടും നിങ്ങളെ പരിഗണിക്കാതെ മറന്നുപോയാൽ, സെർവിങ് ഫെയ്ത്ത്ഫുള്ളി വിത്തൗട്ട് റെക്കഗ്നിഷൻ. നിങ്ങൾ ഒത്തിരി നാൾ ഒരിടത്ത് ശുശ്രൂഷിച്ചു, എന്നിട്ട് അവസാനം നിങ്ങളെ ആ പരിഗണിക്കേണ്ട വ്യക്തികൾ പരിഗണിക്കാതെ മറന്നു പോകുമ്പോൾ അന്നേരം നിങ്ങൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? ഇനി 5-ാമത്തെ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ സംഭാവനകളെ മറന്ന് മറ്റൊരാൾക്ക് ബഹുമതി മാന്യതയും കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒത്തിരി ഡൊണേറ്റ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ സമയം കൊണ്ടും പണം കൊണ്ടും ആരോഗ്യം കൊണ്ടും ബുദ്ധിയും കൊണ്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ബഹുമതിയും മാന്യതയും ചിലപ്പം വേറൊരാൾക്കായിരിക്കും ലഭിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ലഭിക്കേണ്ട സംഭവം. ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായാലും. ഇത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ഇത് ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മുടെ ലൈഫിന്റെ വ്യത്യസ്ത അളവുകളിൽ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഞാനിപ്പോൾ മിനിസ്ട്രിയുടെ കാര്യം പറഞ്ഞു. വ്യക്തിപരമായിട്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ഇൻ പേഴ്സണൽ ലൈഫിൽ ഇത് സംഭവിക്കാറുണ്ട്. അതായത് പ്രായം കൂടുമ്പോൾ 4 കാര്യം പറയാം. 1, പ്രായം കൂടുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം തേടുന്നത് ചിലപ്പം കുറയും, അല്ലേ? 30, 40, 50 വയസ്സിലൊക്കെ നിങ്ങളുടെ വാക്കുകൾക്ക് നല്ല വില ഉണ്ടായിരുന്നു. 60 കഴിഞ്ഞു, 65ആയി, 70 ആയപ്പം പിന്നെ ഈ അച്ചായൻ പറയുന്നൊന്നും ഞങ്ങൾക്ക് വേണ്ട, അച്ചായൻ പ്രായം ചെന്നു, ഇനി വേണ്ട, അവിടെ കിടക്കട്ടെ. മനസ്സിലായേ? ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? 2, നിങ്ങളുടെ കഴിവുകൾക്ക് മുകളിൽ പ്രായം കുറഞ്ഞ ചില സഹോദരങ്ങളൊക്കെ പെട്ടെന്ന് മികവോടെ കയറി വരുമ്പോൾ അന്നേരം നിങ്ങൾ എങ്ങനെ അതിനെ പ്രതികരിക്കും, അല്ലേ? നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളായിരിക്കും ഒരു വിഷയത്തെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്നായിരിക്കും ഒരു നല്ല ചെറുപ്പക്കാരൊക്കെ വന്നേച്ച് നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ട്, ഇന്നിപ്പോൾ AI ടെക്നോളജീസാ, അവർ കുറച്ചുകൂടെ അടിപൊളിയായിട്ടൊക്കെ അത് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യും? സ്തോത്രം. 3-ാമത്തെ ഒരു കാര്യം, പെട്ടെന്ന് നേതൃത്വത്തിൽ നിന്ന് നിങ്ങളെ ഒരു സബോർഡിനേറ്റ് ആക്കി മാറ്റുമ്പോൾ, മൂവിങ് ഫ്രം ദ ലീഡിംഗ് പോസ്റ്റ് ടു ദ സപ്പോർട്ടിംഗ് പോസ്റ്റ്, അല്ലേ? ഇന്നലെ വരെ നല്ല ലീഡർഷിപ്പിൽ നിന്ന വ്യക്തി പെട്ടെന്ന് നിങ്ങളെ സബോർഡിനേറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? 4-ാമത്തെ ഒരു കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞ നാളുകളിൽ ഒരു പക്ഷെങ്കിൽ പലരും നിങ്ങളെ ആശ്രയിച്ചിട്ടുണ്ടായിരിക്കാം.
എന്നാൽ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് പലരെ ആശ്രയിക്കേണ്ടി വരുന്നത്. അന്നേരം ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? ഞാനിപ്പോൾ മിനിസ്ട്രിയിൽ 5 കാര്യവും പേഴ്സണൽ ലൈഫിന്റെ 5 കാര്യവും നിങ്ങളോട് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ഈ പിക്ചർ ഇവിടെ കാണിച്ച് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളിത് വായിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് അവിടെ അല്പം സൂം ചെയ്ത, കൈയും കൊണ്ട് ടച്ച് സ്ക്രീനുള്ള ഫോണാണല്ലോ, സൂം ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വലുപ്പമായിട്ട് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആ ഒരു കുറവ് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചേക്കാവുന്ന രംഗങ്ങളാണ്. എന്നാൽ നമുക്കിതിനോടുള്ള പ്രതികരണം എന്തായിരിക്കും എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നത്. അവിടെ 27-ാം വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ 27-ാം വാക്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ പ്രതിസന്ധി വരുമ്പോൾ 3:27 എന്താ വായിക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യർക്ക് ഒന്നും ലഭിപ്പാൻ കഴിയത്തില്ല. യോഹന്നാൻ സ്നാപകനാണെങ്കിൽ അദ്ദേഹം പറയുന്ന മറുപടിയാണിത്. എൻ്റെ കൂട്ടത്തിലുള്ള എത്ര വലിയ ജനങ്ങളും എന്നെ വിട്ടുപോയാലും എനിക്കൊരു കാര്യം അറിയാം, സ്വർഗത്തിൽ നിന്ന് അപ്പോയിന്റ് ചെയ്യാതെ, സ്വർഗം എന്നെ ഏൽപ്പിക്കാത്തതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം. കാരണം നിങ്ങൾ അത് ആത്മാർത്ഥമായിട്ട് ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ മുകളിൽ ഞാൻ ഇപ്പം ഈ മിനിസ്ട്രിയുടെ കാര്യവും പേഴ്സണൽ കാര്യവും 9 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഈ കുറവൊന്നും നിങ്ങൾക്ക് നഷ്ടമായിട്ട് തോന്നത്തില്ല പ്രിയപ്പെട്ടവർ. കാരണം അത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ പൂർത്തീകരണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ, ഞാൻ അതാണ് ഒരു കണ്ടീഷൻ പറയുന്നത്, ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ, നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ ഈ പറഞ്ഞ കുറവ് സംഭവിച്ചാൽ നിങ്ങൾ ഭാരപ്പെടരുത്. സ്തോത്രം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് നന്മയ്ക്കായി തീരും. ഇനി അതല്ല, നിങ്ങൾക്ക് ആ വിശ്വാസം ഇല്ല എങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്നാണെന്നറിയാമോ? ഈ യോഹന്നാൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ, ആ കുറവ് ചിലപ്പോൾ നമുക്കൊരു മോഷണം പോലെ ഫീൽ ചെയ്യുന്നു. ആരോ നമ്മളിൽ നിന്ന് ഇത് തട്ടിയെടുത്തല്ലോ, ഞാൻ അധ്വാനിച്ചതൊക്കെ എല്ലാവരും കൊണ്ടുപോയല്ലോ. അപ്പൊ ഈ നഷ്ടത്തെ പിടിച്ചു പറിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ എനർജിയൊക്കെ ചെലവാക്കും, നമ്മുടെ മുഴുവനും സമയം ചെലവാക്കും. പലരോടും നമുക്ക് അടി കൂടേണ്ടി വരും, എതിരിടേണ്ടി വരും. ഇതാണ് അവിടെ സംഭവിക്കുന്ന വലിയൊരു പ്രശ്നം. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞു വെച്ചുമാണ് ഈ 30-ാമത്തെ വാക്യം എനിക്ക് നിർത്തുവാൻ. ഈ വാക്യത്തെ മിസ്യൂസ് ചിലർ ചെയ്യാറുണ്ട്. ഈ വാക്യത്തെ ഞാനോ കുറയണം, നീ വളരണം, ഞാനോ കുറയണം എന്ന വാക്ക് ചിലർ മിസ്യൂസ് ചെയ്യാറുണ്ട്. തെറ്റായ രീതിയിൽ ഇത് പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൽ നിന്ന് നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു വാക്യം സഭാതലത്തിലാണ് കൂടുതലും തെറ്റായിട്ട് പഠിപ്പിക്കുകയും ഇതിനെ തെറ്റായിട്ട് മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. കാരണം ഈ വാക്യം ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് കൊണ്ട് സഭാതലങ്ങളിലാണ് ഇത് പലപ്പോഴും, ചുരുക്കം ചിലയിടത്തെങ്കിലും ഇത് തെറ്റായിട്ട് പറയുന്നത്. ഈ ചിലയിടത്ത് ചില അഭിപ്രായം പറയും, നീ ഒരിക്കലും ഫ്രണ്ടിലോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും മുൻപന്തിയിൽ വരാൻ പാടില്ല. കാരണം ബൈബിൾ എന്താ പറയുന്നത്? ഞാനോ കുറയണമെന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അതുകൊണ്ട് നീ ഒരിക്കലും മുൻപന്തി വരാൻ പാടില്ല. ആ അർത്ഥമല്ല. 4 പ്രശ്നങ്ങളുണ്ട്. ഇതോ 1-ാമത്തെ പ്രശ്നമാണ് ഇങ്ങനത്തെ പഠിപ്പീര്. നിങ്ങളാരും ഫ്രണ്ട് റോയിൽ വരാൻ പാടില്ല. ലൈഫിൽ ഒരു സ്പിരിച്വൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം നടത്താൻ, പ്രസംഗിക്കാൻ, ഒരു മിഷൻ ഫീൽഡിൽ ഒരു കാര്യം ചെയ്യാൻ, ഒരു മീറ്റിങ്ങിന് നേതൃത്വം വഹിക്കാൻ, മനസ്സിലായി, ഇതൊന്നും വരാൻ പാടില്ല. ആരിലും പിടിച്ച് പുറകോട്ട് താക്കുന്നുണ്ടെങ്കിൽ ഈ വാക്യം വെച്ചിട്ടാണെങ്കിൽ ഒരിക്കലും അത് ദൈവവചന അടിസ്ഥാനത്തിലുള്ളതല്ല. 2-ാമത്തെ പ്രശ്നം, ചിലർ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളും ആശങ്കകളും ഒരിക്കലും അതൊരു പ്രശ്നമല്ല ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊന്നും പറയാൻ പാടില്ല, അല്ലെ നമ്മുടെ കൺസേൺസ് ഒന്നും പറയാൻ പാടില്ല. കാരണം ഞാനോ കുറയണം, എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളൂ, അതുകൊണ്ട് ഈ വിഷയങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടാൻ പാടില്ല. അതും തെറ്റാണ്. മനസ്സിലായോ? അപ്പൊ അതും ഇതിനകത്ത് ഒരു മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ആശയമാണ്. 3-ാമത്തെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ആശയമാണ് ഈ വിനയത്തിന്റെ പേരിൽ നേതാക്കൾക്ക് നിങ്ങളോട് മിണ്ടാതിരിക്കാൻ പറയും. എന്ന് പറഞ്ഞാൽ ബൈബിള് പറയുന്നുണ്ട്, ഞാനോ കുറയണം, അതുകൊണ്ട് സഭയിൽ ആവശ്യമില്ലാതെ ഒരു കാര്യം പോലും മിണ്ടിപ്പോയേക്കരുത്, നിങ്ങളുടെ വോയിസിന് യാതൊരു കാര്യവും ഇല്ല, നിങ്ങൾ സഭയിൽ അല്ലെങ്കിൽ സഹോദരന്മാരോട് നിങ്ങളുടെ അഭിപ്രായം പറയരുത്, മൗനമായിട്ടിരുന്നോണം. മനസ്സിലായോ? മിസ്യൂസ് ചെയ്യപ്പെടുന്ന 3-ാമത്തെ കാര്യം അത്. നിങ്ങളുടെ മൗനം ആവശ്യപ്പെടും ചില നേതാക്കന്മാർ. 4-ാമത്തെ ഒരു പ്രശ്നം, ഈ എന്താ പറയാ, ഈ എതിർത്ത് സംസാരിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ ഒരു നേതാക്കന്മാർ എന്ത് തെറ്റ് കാണിച്ചാലും എതിർത്ത് പറയാൻ പാടില്ല. കാരണം വചനം പറയുന്നു, ഞാനോ കുറയണം, നീ സഭയിൽ മിണ്ടാതിരുന്നോണം. യോഹന്നാൻ മിണ്ടാതിരുന്നു, അവൻ സഹിച്ചു. അപ്പൊ അതാണ് അതിന്റെ രീതി. അതുകൊണ്ട് ഇപ്പം പാസ്റ്റർ എന്ത് വേണ്ടാത്ത ഈ പരിപാടി കാണിച്ചാലും മിണ്ടിപ്പോയക്കല്ലേ, അങ്ങനെയാണോ അതിന്റെ അർത്ഥം? നോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ വാക്യങ്ങൾ ചില സമയത്ത് മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. തെറ്റിനെ തെറ്റാണെന്ന് പറയണം ദൈവമക്കൾ. സ്തോത്രം. അപ്പൊ ആര് ദൈവവചനത്തിന് വിരുദ്ധമായി കാണിച്ചാൽ ഈ വാക്യം വെച്ച് മൗനമായിരിക്കാനല്ല. അപ്പൊ എന്തിനാണ് യോഹന്നാൻ സ്നാപകൻ മൗനമായിട്ടിരുന്നത്? കാരണം യോഹന്നാൻ സ്നാപകൻ കുറയണമെന്ന് പറഞ്ഞത് സ്വമേധ ഉള്ളത്, തന്നെത്താൻ എടുത്ത തീരുമാനമാണ്. അതൊരു കർത്തവ്യത്തിന് വേണ്ടിയാണ്. ദൈവശാസ്ത്രത്തിന്റെ ഒരു അടിസ്ഥാനം അതിനുണ്ടായിരുന്നു. യേശുവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു അവൻ തന്നെത്താൻ കുറയണമെന്ന് പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്കറിയാം, യോഹന്നാനെ അടച്ചു പൂട്ടാൻ പലരും ശ്രമിച്ചിട്ടുണ്ടല്ലേ? പരീശന്മാരും സദൂക്യരും പലരും ശ്രമിച്ചു. അവരുടെ മുമ്പിൽ ഈ യോഹന്നാൻ മിണ്ടാതിരുന്നോ? സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ച് അവരെ ശകാരിച്ചത്. മിണ്ടാതിരുന്നില്ല, തെറ്റിനെ തെറ്റാണെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, ആത്മനിയന്ത്രണത്തിൽ സ്വയം താഴ്ത്തുന്നതും മനുഷ്യരാൽ അടിച്ചമർത്തപ്പെടുന്നതും രണ്ടും രണ്ടാത് മനസ്സിലാക്കിക്കോണം. ഒന്ന് ദൈവത്താൽ ദൈവം ഉയർത്തപ്പെടേണ്ടതിന് വേണ്ടി തന്നെത്താൻ താഴ്ത്തുന്നതും മനുഷ്യൻ എന്നെ താഴ്ത്തുന്നതും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കണം. മനസ്സിലായോ? നമ്മൾ ഇതൊരിക്കലും ആശയക്കുഴപ്പത്തിലാകരുത്. ഈ വാക്യം വെച്ച് ആരും നമ്മളെ മിസ്യൂസ് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ അത്രയും പറഞ്ഞ്, ആ ചെറിയ വാക്കായിരുന്നേലും ഇച്ചിരി ലോങ് അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് അടുത്ത 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. 31 മുതൽ 35 വരെ. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവൻ, ഭൂമിയിൽ നിന്ന് ഉള്ളവൻ ഭൗമികനാകുന്നു. ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലയോ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 2 തരത്തിലുള്ള സാക്ഷികളെയാണ് ഇവിടെ കാണുന്നത്. 2 ലെവൽസ് ഓഫ്, അല്ലെങ്കിൽ 2 കൈൻഡ്സ് ഓഫ് വിറ്റ്നസ്, 2 ലെവൽസ് ഓഫ് അതോറിറ്റി. അതാണ് 2 തരം സാക്ഷികൾ, 2 തരത്തിലുള്ള അധികാരം. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മളിവിടെ പ്രത്യേക ശ്രദ്ധിക്കണം. 31 മുതലാണല്ലോ നമ്മളിവിടെ വായിച്ചത്. അപ്പൊ യോഹന്നാൻ ഇപ്പോൾ ഒന്ന് സ്വന്തം സാക്ഷ്യവും യേശുവിന്റെ സാക്ഷ്യവും തമ്മിൽ ആ ഒരു ഡിഫറൻഷിയേറ്റ് ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചിത്രവും കൂടെ കാണുന്നുണ്ടെന്ന് ഞാൻ കരുതും. അപ്പൊ വ്യത്യാസം പറയുന്നത്, ദ ഡിഫറൻസ് ഇവിടെ പറയുന്നത് ഇതിന്റെ ഗുണനിലവാരത്തെ കുറിച്ചല്ല, ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ചല്ല, പിന്നെന്തോതിനെ കുറിച്ചാ പറയുന്നത്? ഇതിന്റെ ഉത്ഭവത്തെ കുറിച്ച്. നോട്ട് അബൌട്ട് ഇറ്റ്സ് ക്വാളിറ്റി, ബട്ട് ഇറ്റ്സ് അബൌട്ട് ഇറ്റ്സ് ഒറിജിൻ. അതാണ് ഡിഫറൻസ് പറയുന്നത്. എവിടുന്നാണെന്നുള്ള വ്യത്യാസമാണ് അവിടെ പറയുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ പറയുന്നത് യോഹന്നാൻ സ്നാപകൻ എവിടുന്ന് വന്നെന്നാ പറയുന്നത്? ഭൂമിയിൽ നിന്നുള്ളവനായി. ബൈബിൾ വാക്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഭൂമിയിൽ നിന്നുള്ളവനായി. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ് യോഹന്നാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന വാക്കുകൾ ആത്മാവിനാൽ പ്രചോദിതമാണ് എങ്കിലും ഇദ്ദേഹം ഭൗമികമായ ധാരണയുടെ ആ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണ്, ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടിലൂടെയാണ് യോഹന്നാൻ സ്നാപകന് സംസാരിക്കുന്നത്. കാരണം ഇദ്ദേഹം മനുഷ്യനാണ്, സാധാ മനുഷ്യനാണ്. അപ്പം പരിശുദ്ധാത്മാവിന്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിലും മനുഷ്യൻ്റെതായിട്ടുള്ള ഒരു പരിമിതി അദ്ദേഹത്തിനുണ്ട്, ഒരു ലിമിറ്റേഷൻസ് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അവന് യേശുവിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും, യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ പറ്റും. എന്നാൽ യേശു സംസാരിക്കുന്ന അതേ സ്ഥാനത്ത് നിന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയത്തില്ല. ബിക്കോസ് ഹി ഹാസ് എ ലിമിറ്റഡ് ഹ്യൂമൻ പെർസ്പെക്റ്റീവ്. അദ്ദേഹത്തിന് അതിന്റെ പരിമിതിയുണ്ട്. എന്നാൽ യേശുവിന്റെ സാക്ഷ്യപ്പെടുത്തൽ എങ്ങനെയാണ്? താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ എങ്ങനെ? അവൻ തന്നെ എല്ലാം അറിയുന്നു. കാരണം യേശുവിന്റെ അറിവെന്ന് പറഞ്ഞാൽ നേരിട്ടുള്ളതാ.
അത് ആദ്യത്തെ അറിവാ. യേശുവിനോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പിതാവ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട യേശുവിന് കാര്യങ്ങൾ അറിയാൻ. മനസ്സിലായോ? അത് മുകളിൽ നിന്ന് ലഭിച്ച ഒരു വെളിപ്പാടല്ല യേശുവിനുള്ളത്. പിന്നെന്താണ്? തൻ്റെ ഉള്ളിൽ നിന്നുള്ള നിരീക്ഷണമാണ് യേശു പറയുന്നത്. അവനെല്ലാം അറിയുന്നു, അവനെല്ലാം കാണുന്നു. നിക്കോദിമോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നല്ലേ? നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ അറിയുന്നു. അപ്പൊ അവൻ സ്വർഗത്തിലുണ്ടായിരുന്നവനാണ് കർത്താവ്. കർത്താവ് പിതാവിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവൻ പ്രവചനാത്മാവിലല്ല പറയുന്നത്. പിന്നെ എങ്ങനെ പറയുന്നത്? പ്രത്യുത അവന്റെ ആ ഒരു വ്യക്തിപരമായ സാന്നിധ്യത്തിൽ നിന്ന് യേശു റിപ്പോർട്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ് കർത്താവ് ഇവിടെ, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ഈ രണ്ട് ഭാഗത്തെ കുറിച്ചുള്ള വ്യത്യാസം. ഈ യോഹന്നാൻ സ്നാപകന്റെ ഈ പരമാവധി വലിപ്പം നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത്? യോഹന്നാൻ സ്നാപകന്റെ പരമാവധി വലിപ്പം, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല എന്നല്ലേ യേശു കർത്താവ് സാക്ഷ്യം പറഞ്ഞത്. അത് മത്തായി എവിടെ പറഞ്ഞു? മത്തായി സുവിശേഷം 11:11 വാക്യത്തിലാണ് പറയുന്നത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. എന്നിട്ടും ഏറ്റവും വലിയ മനുഷ്യന്റെ സാക്ഷി പോലും യേശുവിനേക്കാൾ അടിസ്ഥാനപരമായി വ്യത്യസ്തമായ തലത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നാ? യേശു സംസാരിക്കുന്നത് താൻ എവിടെ നിന്ന് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ സ്ത്രീകളിൽ നിന്ന് ഏറ്റവും വലിയ മനുഷ്യൻ അവന്റെ പരിമിതിക്കകത്ത് നിന്ന് സംസാരിക്കുമ്പോൾ യേശു കർത്താവോ ആദ്യത്തെ അവന്റെ ദൃഷ്ടിയിൽ അവൻ കാണുക സകലത്തെയും ഒരു വെളിപ്പാട് കൊണ്ടല്ല, ഒരു പ്രവചനാത്മാവിലല്ല. കാരണം എന്നാ? യേശു ദൈവമായതുകൊണ്ട്. അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്ന ഭാഗം. 32 വാക്യത്തിൽ നമ്മൾ അവിടെ വായിക്കുന്നത് അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. കണ്ടോ? അതൊരു വേദനജനകമായ യാഥാർത്ഥ്യം 32 വാക്യത്തിൽ പറയുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് അത്. 32 വാക്യം, അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ലെന്ന്. ഇതൊരു അമിതമായ ഒരു അതിശയോക്തി ചേർന്ന ഒരു വാക്കായിട്ട് നമുക്ക് തോന്നും. കാരണം എന്നാണെന്നറിയാമോ? യേശുവിന്റെ അടുത്തേക്ക് ജനക്കൂട്ടങ്ങൾ ഇടിച്ചു പോകുന്നത്. യോഹന്നാൻ ഉണ്ടായിരുന്ന സകല ആൾക്കാരും യേശുവിന്റെ പുറകെ പോയി. എന്നാൽ ഇവിടെ ഈ വാക്യത്തിന്റെ യാഥാർത്ഥ്യവും ഈ വേദനജനകമായ രീതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതും തമ്മിൽ നിങ്ങളൊന്ന് തുലനം ചെയ്ത് നോക്കിക്കേ. അവിടെ നടക്കുന്ന കാര്യം, ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ യേശു ഇവിടെ പറയുന്ന ഒരു കാര്യം, അവന്റെ സാക്ഷ്യം ആരും കൈക്കൊണ്ടില്ലെന്ന്. സ്തോത്രം. കാരണം ഏറ്റവും ആധികാരികമായി സത്യം സംസാരിക്കുന്ന ഒരു വ്യക്തിയായ ക്രിസ്തു ഇവിടെ ഏറ്റവും തിരസ്കരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ പലയിടത്തും ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യേശു കർത്താവ് അനേക തെളിവുകളും അടയാളങ്ങളും നേരിട്ടുള്ള അധ്യാപനങ്ങളും ഒക്കെ നടത്തി താൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ തെളിയിച്ചു പോകുന്ന വചനത്തിന്റെ പല ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ യഹൂദ മതാനുസാരികളൊക്കെ അത് നിരസിച്ചു എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. അത് യേശുവിന്റെ തെളിവുകളൊക്കെ ദുർബലമായതുകൊണ്ടല്ല, വീക്കായതുകൊണ്ടല്ല. നമ്മൾ 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്. അവിടെ എന്താ നമ്മൾ പഠിച്ചത്? മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചത് തന്നെ. അതല്ലേ പറയുന്നത്? പീപ്പിൾ റിജക്ട് ദ ലൈറ്റ് നോട്ട് ബിക്കോസ് എവിഡൻസ് ഇസ് വീക്ക് ബട്ട് ബിക്കോസ് ദേ ലവ് ഡാർക്ക്നെസ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ആ വാക്യം അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവന്റെ സാക്ഷ്യം ആരും കൈക്കൊണ്ടില്ല. സ്തോത്രം. നമ്മൾ 33-ാം വാക്യം നോക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്? 33-ാം വാക്യം വായിക്കുന്നത്, അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് പറയുന്നത്. കൈക്കൊള്ളാത്തവൻ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് അല്ലേ? കൈക്കൊള്ളാത്ത ഒരു വലിയൊരു കൂട്ടരുണ്ട്. എന്നാൽ കൈക്കൊള്ളുന്നവൻ എന്താ പറയുന്നത്? ദൈവം സത്യവാൻ എന്നാണ് മുദ്രയിടുന്നത്. അപ്പം നമ്മളൊക്കെ ഈ കർത്താവിന്റെ ഈ സുവിശേഷം കേട്ട് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എൻ്റെ കർത്താവ് സത്യവാനാണ്, എൻ്റെ ദൈവം സത്യവാനാണെന്ന് എൻ്റെ അർത്ഥം.
അപ്പൊ യേശുവിന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നത് കേവലം വ്യക്തിപരമായ ഒരു മാനസാന്തരം മാത്രമല്ല, അത് യാഥാർത്ഥ്യവുമായി യോജിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക. ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറയുന്നത് സത്യമാണെന്ന് ആ സാക്ഷ്യം കൈക്കൊള്ളുന്നു എന്നാണ് അർത്ഥം. നീ കർത്താവിനെ വിശ്വസിച്ചാൽ ദൈവം സത്യമാണെന്ന് നീ ഓട്ടോമാറ്റിക് പറയുക. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഞാൻ എൻ്റെ കർത്താവിനെ തള്ളിക്കളഞ്ഞാലോ? ദൈവം നുണയനാണെന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. സ്തോത്രം. അതിന്റെ അപകടം നിങ്ങൾക്ക് മനസ്സിലായോ? Whoever accepts Jesus' testimony certifies that Jesus is truthful. നേരെ തിരിച്ചു നോക്കിക്കേ. Whoever rejects Jesus' testimony certifies that God is liar. അതാണ് അതിന്റെ ഒരു പ്രശ്നം. Praise the Lord. നമുക്ക് മുമ്പോട്ട് പോകാം. സമയം വളരെ മുമ്പോട്ട് പോകുന്നല്ലോ. 34-ാം വാക്യം. 34-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്: ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. ദൈവം പരിധികളില്ലാതെ ആത്മാവിനെ നൽകുന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. സ്തോത്രം. അപ്പൊ പഴയ നിയമത്തിലെ ഓരോ പ്രവാചകന്മാരും നമുക്കറിയാം പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയായിരുന്നു അവരുടെ മേൽ ആത്മാവ് വന്നതല്ലേ. അത് പരിമിതമായ അളവിൽ, ഫോർ എ സ്പെസിഫിക് കോളിംഗ്, സ്പെസിഫിക് ടാസ്ക്, സ്പെസിഫിക് സീസൺ, ഒരു പ്രത്യേക പ്രവർത്തിക്കായി അവരിൽ ആത്മാവ് പകരുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. ആത്മാവ് അവരുടെ മേൽ വന്നും പോയിക്കൊണ്ടിരുന്നെന്നാ പറയുന്നത്. പഴയ നിയമത്തിൽ ഒരു പ്രവാചകന്റെ മേലും അളവ് കൂടാതെ ആത്മാവിനെ പകർന്ന സന്ദർഭമൊന്നും പഴയ നിയമത്തിൽ നമുക്ക് കാണുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം യേശു മാത്രമാണ് പരിധികളില്ലാതെ ആത്മാവിനെ സ്വീകരിക്കുന്നത്. അവന് മാത്രമേ നിയന്ത്രണങ്ങളില്ലാതെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന, ഒരു തടസ്സങ്ങളില്ലാതെ, അതിരുകളില്ലാതെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ. കർത്താവിന് മാത്രം. അപ്പൊ അളവിന്റെ അടിസ്ഥാനത്തിലും ഗുണത്തിന്റെ അടിസ്ഥാനത്തിലും, ഇൻ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി, അത് പ്രവാചകന്മാരുടെ മേൽ പകർന്നതുപോലെ അല്ല യേശുവിന്റെ മേൽ പകർന്നത്, അല്ലെങ്കിൽ യേശുവിന്റെ മേൽ ഉണ്ടായിരുന്നത്. ആത്മാവ് യേശുവിന്റെ മേൽ ഒരു ദൗത്യത്തിന് വേണ്ടി വന്നതല്ല. പിന്നെന്താണ്? ആത്മാവ് അവനിൽ തന്നെ ശാശ്വതമായി ഉണ്ടായിരുന്നു. ആത്മാവ് അവനിൽ തന്നെ ശാശ്വതമായിട്ട് വാസം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവനിൽ തന്നെ പരിശുദ്ധാത്മാവ് നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് ഒരു പ്രവാചകനും ഒരിക്കലും ഉന്നയിച്ചിട്ടില്ലാത്ത നിലയിലാണ് യേശുവിന്റെ അവകാശവാദങ്ങൾ. പ്രവാചകന്മാർ സംസാരിക്കുന്നത് പോലെ അല്ല യേശു സംസാരിച്ചത്. പ്രവാചകന്മാര് പറയുന്നത് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാ പറയുന്നത്. എന്നാൽ യേശുവിന്റെ അടുത്ത് വരുമ്പോൾ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ അധികാരത്തിന്റെ പ്രത്യേകത? പ്രവാചകന്മാരെ പോലെ ദൈവത്തിൽ നിന്നുള്ള സന്ദേശം നൽകുവാനായിട്ടല്ല നാം യേശുവിനെ കാണുന്നത്. പിന്നെങ്ങനാ? ദൈവമായി തന്നെ അവൻ സംസാരിച്ചു എന്നാ കാണുന്നത്. ഈ സ്പീക്കിംഗ് ലൈക്ക് ഗോഡ് ഇറ്റ്സെൽഫ്. അളവ് കൂടാതെയുള്ള ആത്മാവ് എന്നത് ദൈവിക തലത്തിലുള്ള അധികാരത്തിന്റെ ഒരു ഉപകരണമാണ്. ദൈവത്തിന് മാത്രം അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണ്. സ്തോത്രം. അതാണ് നമ്മൾ ആ 34-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 35-ാം വാക്യം നമ്മൾ വായിച്ചത്: പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലതും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. സ്തോത്രം. ഇവിടെ എന്താ മനസ്സിലാക്കുന്നത്? ഇപ്പൊ യോഹന്നാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്, നമുക്കിത് വേഗത്തിൽ വായിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ യാഥാർത്ഥ്യം പറയുകയാണ്: ദ ഫാദർ ലവ്സ് ദ സൺ. എല്ലാം അവന്റെ കൈ കൊടുത്തിരിക്കുക. ഇപ്പൊ യേശുവിന്റെ അധികാരത്തിന്റെ അടിസ്ഥാനം എവിടെയാണ്? ദൈവസ്നേഹത്തിലാണ്. ദൈവസ്നേഹത്തിൽ പിതാവ് പുത്രന് സകലവും കൊടുത്തിരിക്കുന്നു. കാരണം പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എന്നതാണ് അതിന്റെ അടിസ്ഥാനം. അപ്പൊ ഇതാണ് മുഴുവൻ സുവിശേഷത്തിന്റെ തൃത്വത്തിന്റെ അടിത്തറ. കാരണം സൃഷ്ടിക്ക് മുൻപേ, ബിഫോർ ദ ക്രിയേഷൻ, നിലനിന്നിരുന്ന പിതാവും പുത്രനും തമ്മിലുള്ള നിത്യമായ ഒരു സ്നേഹബന്ധം. അപ്പൊ അത് വീണ്ടെടുപ്പിന്റെ ദൗത്യത്തിലേക്ക് നയിക്കപ്പെട്ടു. യേശുവിന്റെ അധികാരത്തിന്റെ വ്യാപ്തി നിർണയിക്കുകയും ചെയ്യുന്നു. അപ്പൊ അവൻ
എല്ലാം തന്റെ കൈവശം വെച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. യേശു അതാരും ക്യാപ്ചർ ചെയ്തതല്ല, പിടിച്ചെടുത്തതല്ല. കാരണം സ്നേഹം സ്വതന്ത്രമായിട്ട്, ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ ഔദാര്യമായിട്ട്, ട്രസ്റ്റ്ഫുള്ളി കൊടുത്തതാണ്. ഒരാളെ ഒരു കാര്യം ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറേശ്ശെ 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 വെച്ച് ഏൽപ്പിക്കും അല്ലേ? എന്നാൽ പുത്രനെ ഏൽപ്പിക്കേണ്ടത് അങ്ങനെ അല്പം വെച്ച് ഏൽപ്പിക്കേണ്ടി വന്നില്ല. ഫുൾ കോൺഫിഡൻസോടുകൂടി ആ ദൈവ സ്നേഹത്തിൽ നിന്ന് ഹാൻഡ് ഓവർ ചെയ്യുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ ഈ വിഷയം യോഹന്നാനുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കണം. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടത് മാത്രമേ അവന് ലഭിച്ചിരുന്നുള്ളൂ. യോഹന്നാൻ വാക്യം 3:27 നമ്മൾ വായിച്ചു അല്ലേ? 3-ാം അധ്യായം 27-ാം വാക്യം. സ്വർഗത്തിൽ നിന്ന് ലഭിച്ചത് മാത്രമേ യോഹന്നാനുള്ളൂ. എന്നാൽ യേശുവിനെല്ലാം ലഭിക്കുന്നത് പിതാവിന്റെ സ്നേഹം പരിധിയില്ലാത്തതിനാലാണ്. അതാണ് ഏറ്റവും വലിയ മനുഷ്യനും. ഏറ്റവും വലിയ മനുഷ്യൻ ആരായിരുന്നു? യോഹന്നാൻ അല്ലെ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ. പിന്നെ മറുവശത്ത് ദൈവപുത്രനും. ഇത് തമ്മിലുള്ള വ്യത്യാസം അതാ. ഒന്ന് നൽകപ്പെട്ടത് മാത്രം ലഭിക്കുന്നു, മറുവശത്ത് പിതാവിന്റെ സ്നേഹത്തിൽ മുഴുവനും ഹാൻഡ് ഓവർ ചെയ്യപ്പെടുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. അവസാനത്തെ വാക്യം 36-ാം വാക്യം വായിച്ച അധ്യായം നമുക്ക് നിർത്താം. 36th വേഴ്സ് എന്താ വായിക്കുന്നത്? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ രണ്ട് കാര്യമാണ് പറയുന്നത്. വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന വിഷയമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വരികയുള്ളൂ. അപ്പൊ ഈ ചാപ്റ്റർ പറഞ്ഞു നിർത്തുമ്പോൾ വളരെ ഒരു മൂർച്ചേറിയ വാക്കുകൊണ്ടാണ് നിർത്തുന്നത് അല്ലേ? ഈ മുഴുവൻ അധ്യായത്തിലെ ഏറ്റവും ഷാർപ്പസ്റ്റ് വേർഡാണ്. ഇതിനു മുമ്പ് ഇങ്ങനൊരു വാക്യം നമ്മൾ വായിച്ചു, 18-ാം വാക്യം. 18-ാം വാക്യത്തെക്കാളും മൂർച്ചയാണ് ഈ 36-ാം വാക്യത്തിന്. 18-ാം വാക്യം വായിക്കുന്നത് എന്തായിരുന്നു? അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന വാക്യം ദൈവക്രോധം അവന്റെ മേൽ വന്നിരിക്കുന്നെന്ന്. രണ്ട് സമാന്തര പ്രസ്താവനകൾ, രണ്ട് ഫലങ്ങൾ. ഇവിടെ ഒരു മിഡിൽ ഗ്രൗണ്ട് ഇല്ല, മനസ്സിലായി? രണ്ട് വള്ളത്തെ ചവിട്ടുന്ന പരിപാടിയില്ല. ഒന്നെങ്കിൽ നീ ദൈവത്തെ പുത്രനിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ നീ ദൈവപുത്രനെ തള്ളിക്കളയുകയാണ്. രണ്ട് ടു പാരലൽ സ്റ്റേറ്റ്മെന്റ്, ടു ഔട്ട്കമും അവിടെ ഉണ്ട്. ഒന്ന്, പുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? ഹാസ് എറ്റേണൽ ലൈഫ്, നിത്യജീവനുണ്ട്. എപ്പോൾ സംഭവിക്കുന്നു? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന മാത്രയിൽ, ഭാവിയിൽ എന്നുള്ള അർത്ഥത്തിലല്ല. നീ എപ്പോൾ വിശ്വസിക്കുന്നോ അന്നേരം മുതലേ നീ ആ ഒരു രാജ്യത്തിന്റെ എറ്റേണൽ ലൈഫിന്റെ ഭാഗമായി മാറുകയാണ്. എന്നാൽ നേരെ മറിച്ച് പുത്രനെ തള്ളിക്കളയുന്നവൻ ജീവനെ കാണുകയില്ല. ഹി വിൽ നോട്ട് സീ ലൈഫ്. മനസ്സിലായോ? അത് ഫ്യൂച്ചർ ടെൻസ് ആ പറഞ്ഞു, വിൽ നോട്ട്. ഭാവിയിൽ വരാൻ പോകുന്ന കാര്യമോ? നീ പുത്രനെ ഭാവിയിൽ ഒരിക്കലും നിനക്ക് അവനുമായിട്ട് കൂട്ടായ്മയില്ല. എന്നാൽ പ്രസന്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ദൈവകോപം നിലനിൽക്കുന്നെന്ന്. യു ആർ അണ്ടർ ഗോഡ്സ് റാത്ത്. ഒരുപക്ഷെ നീ അത് ഫീൽ ചെയ്യുന്നില്ലായിരിക്കാം. നീ ആ ന്യായവിധിക്കകത്ത് നിൽക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇന്ന് ദൈവമക്കൾ സുവിശേഷം പറയുന്നത്. ഈ ന്യായവിധിയിൽ നിന്ന് വല്ലവിധേനയും മാനവജാതി രക്ഷപ്പെടുക. അപ്പൊ ഇവിടെ കാലഘട്ടത്തിന്റെ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നിത്യജീവൻ എന്നുള്ള വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ ആരംഭിക്കുകയാണ്, ആണോ? ഇപ്പൊ ജീവനെ കാണുകയില്ല എന്നുള്ളത് ഭാവിയിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവകോപം നിലവിലുണ്ട്, അത് നിലനിൽക്കുന്നു. മിനൈ എന്ന വാക്കാണ് പറയുന്നത്. മിനൈ, മിനൈ, നിലനിൽക്കുന്നു, വസിക്കുന്നു എന്നാണ് അർത്ഥം. ഇതേ പദമാണ് ആത്മാവിന്റെ സ്ഥിരമായ ഒരു സാന്നിധ്യത്തെ കുറിക്കുവാനും നമ്മൾ സുവിശേഷത്തിലൂടെ ആത്മാവ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേബിൾ ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഭാഗങ്ങളും യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. ആത്മാവ് നിലനിൽക്കുന്നു, ദൈവമക്കളിൽ വാസം ചെയ്യുന്നു. ഇതേ വാക്കാണ് മിനൈ. ആ സെയിം വേർഡ് പറയുകയാണ്. ദൈവത്തിന്റെ ക്രോധം നിലനിൽക്കുന്നു. അപ്പൊ പുത്രനെ കളയുന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ക്രോധം എന്ന വാക്കിനെ നമ്മളൊന്ന് എന്താ പറയാ, ഒന്ന് അഭിസംബോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഈ ക്രോധത്തിന് ഓർഗെ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഓർഗെ, ഓർഗെ.
ഓർഗെ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് എന്താ പറയാ, സഭാചരിത്രത്തിൽ ഉടനീളം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഭയപ്പെടുത്തിയ ഒരു ഈ വാക്കിനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഈ ദൈവക്രോധം എന്ന വാക്ക് പറഞ്ഞു വെച്ച് നമ്മൾ ചരിത്രം ഉടനീളം നോക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഈ വാക്കുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഓർഗെ എന്ന വാക്ക് എന്താണെന്നും എന്തല്ലെന്നും നമ്മൾ മനസ്സിലാക്കണം. ഈ ദൈവകോപം എന്ന് പറയുന്നത് ഓർഗെ, കണ്ട ഇവിടെ ഓർഗെ എന്ന് പറയുന്നത് ഈ ഇറ്റ്സ് നോട്ട് എ ടെമ്പർ ടാൻഡ്രം എന്ന് പറഞ്ഞാൽ ഈ ഒരാൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നിൽക്കാന്ന് പറയത്തില്ല, ദേഷ്യം വന്നേച്ച് മിണ്ടാൻ പറ്റത്തില്ല, അന്നേരം തെറിക്കവൻ, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് അല്ല ഈ ദൈവകോപം എന്ന് പറഞ്ഞാൽ. ഇനി ഇത് വൈകാരികമായ ഒരു അസ്ഥിരതയുമല്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി. ഒരാളോട് കാണുമ്പോൾ ഒരു വെറുപ്പ് തോന്നുക, ആ ഒരു അർത്ഥത്തിലും അല്ല ഈ ദൈവകോപം എന്ന് പറഞ്ഞാൽ. ഇനി മൂന്നാമത്തെ കാര്യം, ആർബിട്രറി പണിഷ്മെന്റ് ഫ്രം ആൻ ഇറിറ്റബിൾ ഡെയിറ്റി. പ്രകോപിതനായ ഒരു ദേവനിൽ നിന്നുള്ള ഒരു ഏകപക്ഷീയമായ ഒരു ശിക്ഷയുമല്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില ദേവീദേവ സങ്കല്പങ്ങളുണ്ടല്ലേ, ഇങ്ങനെ ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, അവർക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ മുഖത്ത്. ചില വിഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവർ കോപിക്കാൻ വേണ്ടി മാത്രം നിൽക്കുകയും. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ല ഇവിടെ ഓർഗെ എന്ന് പറഞ്ഞിരിക്കുന്നത്, ദേഷ്യത്തിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു ദൈവം. നോ. അപ്പൊ തിരുവഴുത്തിലെ കോപം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? തിരുവഴുത്തിൽ നമ്മൾ കാണുന്ന ദൈവകോപം എന്ന് പറഞ്ഞാൽ ദൈവം ഇഷ്ടപ്പെടുന്ന വിഷയത്തെ നശിപ്പിക്കുന്ന എല്ലാത്തിനോടും, ദൈവത്തിന് ഇഷ്ടമുള്ള ഏത് വ്യക്തിയായാലും വിഷയമായാലും അതിനെ നശിപ്പിക്കുന്ന എല്ലാത്തിനോടുമുള്ള സ്ഥിരമായ ദൈവത്തിന്റെ വിശുദ്ധമായ ഒരു കോപം അല്ലെങ്കിൽ എതിർപ്പ്, അതാണ് ഈ ദൈവകോപം എന്ന് പറഞ്ഞാൽ ദൈവം പാപിയെ സ്നേഹിക്കുന്നുണ്ട്. ഏതിനെയാ വെറുക്കുന്നത്? പാപത്തെ വെറുക്കുകയാണ്. ആ പാപത്തോടുള്ള ദൈവത്തിന്റെ ഒരു ധാർമ്മികമായ വെറുപ്പാണ് ദൈവക്രോധം എന്നുള്ളത്. കാരണം നമ്മുടെ മക്കളൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ദേഷ്യപ്പെടാത്ത മാതാപിതാക്കളൊക്കെ കുറവല്ലേ, അല്ലെ വഴക്ക് പറയാത്ത കുറവല്ലേ, ചിലപ്പോൾ അടിക്കാറുണ്ട്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ മാതാപിതാക്കൾക്ക് നീതിബോധം ഇല്ലെന്ന അർത്ഥം, മക്കൾ തെറ്റിപ്പോവും. അപ്പൊ ദൈവകോപം എന്നത് തികച്ചും സ്നേഹവാനായ ഒരു ദൈവത്തിന്റെ വിശുദ്ധ കോപമാണ്, ദ ഹോളി ആങ്കർ എന്നാ പറയുന്നതിന്. അതുകൊണ്ട് തന്നെ തൻ്റെ സൃഷ്ടിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ ദൈവം ഒരിക്കലും ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കാറില്ല. ദൈവത്തിന്റെ തലമുറകളെ നശിപ്പിക്കുന്ന പാപത്തോട് ദൈവത്തിന് എന്നുമുള്ള ഈ ഒറ്റ ഫീലിങ്സേ ഉള്ളൂ, ദ ഹോളി ആങ്കർ. അപ്പൊ അവിശ്വാസികളുടെ മേൽ ഒരു എന്താ പറയാ ക്രോധം വരണമെന്ന അല്ല ഈ വാക്യം പറയുന്ന. ആരും അവിടെ തെറ്റിദ്ധരിക്കരുത്, അവിശ്വാസികളെല്ലാം ദൈവത്തിന് നശിപ്പിക്കണം എന്നുള്ള ചിന്തയാണ്. നോ, വളരെ തെറ്റാണ്. അവരെ തേടിയാ കർത്താവ് വന്നത്. എന്നാൽ അതിന്റെ പുറകിൽ ഒരു നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചായിരുന്നു. അവർ ഓൾറെഡി എവിടാ കിടക്കുന്നത്? അവര് പാപത്തിൽ കിടക്കുക, ഒരു ക്രോധത്തിൽ ഓൾറെഡി എന്താ പറയാ ആ ഒരു കണ്ടംനേഷനിൽ കിടക്കുക. അവരിൽ നിന്ന് പാപത്തിന്റെ ശമ്പളമാണ് മരണം. ഈ മരണത്തിൽ ഓൾറെഡി എന്തായി കിടക്കുക? മനുഷ്യർ വീണ് കിടക്കുക. ഇവരെ വലിച്ചു കയറ്റാനാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. അപ്പൊ ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞ മനുഷ്യരാശിയുടെ ഒരു പൊതു അവസ്ഥയാണ് ഈ ക്രോധത്തിന് വിധേയപ്പെടുക എന്നുള്ളത്. 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നമ്മൾ വായിച്ചു, ന്യായവിധി വന്നു കഴിഞ്ഞു എന്നാണ്. അപ്പൊ ദൈവം കോപം കൊണ്ടുവരുന്നില്ല, അത് നിലനിൽക്കുന്ന ഒരു സത്യമാണ്. അപ്പൊ ആ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു രക്ഷാമാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ നമ്മൾ ഈ അധ്യായം പറഞ്ഞു നിർത്തുമ്പോൾ ഇത് നിക്കോദിമോസിൽ നിന്നാണ് നമ്മൾ ഇത് ആരംഭിച്ചത് നമുക്കറിയാം അല്ലേ. സന്നദ്ധി സംഘത്തിലെ ഉന്നത നിലയിൽ നിന്നൊരു വ്യക്തി, ഇരുട്ടായപ്പോൾ യേശുവിനെ കാണാൻ അദ്ദേഹം വരുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടു. ഒരു കൈ അകലം ദൂരത്ത് നിന്ന് യേശുവിനോട് വളരെ സമയം സംസാരിക്കുന്ന ഒരു നിക്കോദിമോസ്. എന്നാൽ അദ്ദേഹം ഒരു യഥാർത്ഥ തീരുമാനം എടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. എന്നാൽ ഈ അധ്യായം അവസാനിക്കുന്നത്
യോഹന്നാൻ സ്നാപകനോട് കൂടിയാ. ലോകത്തിൽ താൻ നേടിയെടുത്തതെല്ലാം, തന്റെ സ്വാധീനങ്ങൾ, വലിയ ജനക്കൂട്ടം, തൻ്റെ വ്യക്തിത്വം എല്ലാം എന്ത് ചെയ്തു? കർത്താവിന് വേണ്ടി അവൻ സ്വമേധയായി സമർപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ യേശുവിനെ കാണാൻ അകത്തു വന്ന നിക്കോദിമോസ് യേശുവിനോട് അകലം പാലിച്ച് ഒന്നും വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാതെ ഒരു വശത്ത് നിൽക്കുന്നു. എന്നാൽ മറുവശത്തോ പരിവർത്തനം വന്ന യോഹന്നാൻ സ്നാപകൻ എല്ലാം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതായിട്ട് പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഏറ്റവും വ്യക്തമായ ഒരു പ്രസ്താവനയോടെയാണ് ഈ അധ്യായം പറഞ്ഞു നിർത്തുന്നത്. എന്താണ്? ഒന്നുകിൽ നിത്യജീവൻ, അല്ലെങ്കിൽ നിത്യമരണം. ഇത് പൂർണ്ണമായും പുത്രനോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പൊ നിക്കോദിമോസിന്റെ ഈ ഒരു മടി ഉണ്ടല്ലോ, അതായത് തന്നെ സമർപ്പിക്കാനുള്ള ഒരു മടി, ഒരു ബാക്ക് സ്ലൈഡ് ആകുന്നത്, അതിന്റെ ആൻസർ ആണ് യോഹന്നാന്റെ ദൃഷ്ടാന്തം. ഒരിടത്ത് നിക്കോദിമോസ് മടിച്ചു നിൽക്കുമ്പോൾ യോഹന്നാൻ ഫുള്ളി എല്ലാം വിട്ടുകൊടുക്കുകയാണ്. ഞാനോ കുറയണം, അവനോ വളരണം. കർത്താവിന് പ്രവർത്തിപ്പാൻ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ പിന്മാറി കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ നഷ്ടബോധമല്ല പ്രിയപ്പെട്ടവരെ, പ്രത്യുത നമ്മുടെ ശുശ്രൂഷയുടെ പൂർത്തീകരണമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് 3-ാം അധ്യായം അവിടെ നിർത്തുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇനി നമുക്ക് 4-ാം അധ്യായമാണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത്. 4-ാം അധ്യായം, നമ്മുടെ സമയം 2 മിനിറ്റൂടെ ഉള്ളൊരു. ഓക്കെ, നമ്മൾ നോർമലി 9:05 വരെ ആയിരുന്നല്ലോ നമ്മൾ പറഞ്ഞു നിർത്തുന്നത്. ഓക്കെ, ഇന്ന് ആ ഒരു പോർഷൻ ഒന്ന് തുടങ്ങി വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗത്ത് കണക്റ്റ് ആയില്ലെങ്കിൽ അതൊരു ഇതാവുമല്ലോ. 4-ാം അധ്യായം നമുക്ക് അതിൻ്റെ 1 മുതൽ 6 വരെ ഒന്ന് വേഗത്തിൽ വായിക്കാം. 1 മുതൽ 6 വരെ. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ട് എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. അവൻ യഹൂദ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിനേരം ആയിരുന്നു. ഈ 4-ാം അധ്യായത്തിനകത്ത് 4 തടസ്സങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വേഗത്തിൽ ഞാൻ അതൊന്ന് പറയാൻ ശ്രമിക്കാം. 4-ാം അധ്യായത്തിനകത്ത് 1-ാമത്തെ തടസ്സം, യേശു അവിടെ എത്താൻ കടന്നു വന്ന ഒരു തടസ്സമുണ്ട്, വഴിയാത്രയുടെ ഒരു തടസ്സം. അപ്പൊ ആ ഭാഗം 1-ാമത്തെ തടസ്സം എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക്കൽ പ്രോബ്ലം ആയിരുന്നു. ജിയോഗ്രഫിക്കൽ പ്രോബ്ലം, ഭൂമിശാസ്ത്രപരമായ ഒരു തടസ്സം. യഹൂദർ ഈ സാധാരണ ശമരിയയിൽ കൂടി പോകാറില്ല. നിങ്ങൾക്ക് ഈ മാപ്പ് അറിയാമോ? ഇതാണ് യെറുശലേം. ഈ യെറുശലേമിൽ നിന്ന് ഗലീലയിലേക്കായിരുന്നു യാത്ര ചെയ്യുന്നത്. ഈ ഗലീലിയയുടെ യെരുശലേമിന്റെ നടുക്കാണ് ഈ ശമരിയ കിടക്കുന്നത്. ശമരിയ. അപ്പൊ നോർമലി യഹൂദന്മാർ ഈ യെരുശലേമിൽ നിന്ന് ഗലീലയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാറില്ല, ഈ വഴി കൂടാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച എന്താണ്? യേശു ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞു അല്ലേ? ഇതിലേക്കൂടി പോകേണ്ടി വന്നു. അവിടെ എന്താ? ഇവിടെ നമ്മളൊരു വാക്യമുണ്ട്, ഹി ഹാഡ് ടു ഗോ ത്രൂ സാമരിയ. അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? അങ്ങനെ പോകേണ്ടി വന്നു. അപ്പൊ ഇത് ഈ ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ യഹൂദർ സാധാരണ ശമരിയയിൽ കൂടി എന്ത് ചെയ്യാറില്ലായിരുന്നു? യാത്ര ചെയ്യാറില്ലായിരുന്നു. കാരണം എന്നാ? അക്കാലത്തെ മിക്ക യഹൂദ യാത്രക്കാരും ഇവരുമായിട്ട് ഓൾറെഡി ഇവർ തമ്മിൽ ശത്രുക്കളാണ്. അപ്പൊ യഹൂദ യാത്രക്കാർ ഈ ശമരിയയുടെ അപ്പുറത്ത് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഗലീലയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ മനഃപൂർവ്വമായിട്ട് അവർ ചുറ്റി സഞ്ചരിക്കും. ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് യോർദാൻ നദി കടന്ന് കിഴക്കൻ തീരത്തുള്ള പെരിയ, ഈ പെരിയയിൽ കൂടി സഞ്ചരിച്ച് അങ്ങനെ അങ്ങോട്ട് വടക്കോട്ട് നോർത്തിലോട്ട് ഇങ്ങനെ പോവുകയായിരുന്നു അവരുടെ നോർമൽ യാത്ര. അപ്പൊ ഈ യാത്ര അവർക്ക് കൂടുതൽ ദൂരവും സമയവും വേണ്ടി വന്നു. ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു ഇങ്ങനെ പോകുമ്പോൾ. എന്നാലും അവർക്ക് ഈ ശമരിയക്കാരുമായിട്ട് യാതൊരു ബന്ധം പുലർത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ ഈ കഷ്ടം സഹിച്ചു തന്നെയായിരുന്നു
യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊരു ഒന്നാമത്തെ പ്രശ്നമായിരുന്നു അവിടെ. അപ്പൊ യോഹന്നാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോകേണ്ടി വന്നു എന്നൊരു വാക്ക്, ഇങ്ങനെ ഇതിലേക്കൂടെ പോകേണ്ടി വന്നു എന്ന വാക്ക്, ഇത് ഭൂമിശാസ്ത്രപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ വഴിയല്ലാതെ വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ട് യേശുവിന് ഇതിലേക്കൂടെ പോകേണ്ടി വന്നു എന്നൊരർത്ഥത്തിലല്ല പറയുന്നത്. കാരണം വേറെ വഴി ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ പുറകിൽ ഒരു ദൈവിക നിയോഗമുണ്ടായിരുന്നു. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് റിട്ടൺ ദയർ. അങ്ങനെ പോകേണ്ടി വന്നു. 3-ാം അധ്യായം 30-ാം വാക്യം നമ്മൾ നാം കണ്ടത് എന്തായിരുന്നു? ഗ്രീക്ക് പദത്തിൽ ദൈ എന്ന വാക്കല്ലേ നമ്മൾ വായിച്ചത്? അനിവാര്യം, അവൻ വളരണം, ഞാൻ കൂടണം, മസ്റ്റ് എന്ന വാക്ക് അല്ലേ? അപ്പൊ യേശു ശമരിയയിൽ കൂടി തന്നെ കടന്നു പോകണം. കാരണം എന്നാ? ഈ സുക്കോർ എന്ന് പറയുന്ന ദേശത്ത് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ഒരു സ്ത്രീയെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ യേശു യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ വഴി തിരഞ്ഞെടുക്കുകയാ. ഇവിടെ ഒരു സ്ത്രീ വെയിറ്റിംഗ് ഫോർ ഹിം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, 3 മിനിറ്റ് കൂടെ. ഓക്കെ, രണ്ടാമത്തെ തടസ്സം വംശീയതയാണ്. എത്നിസിറ്റി. വംശീയതയുടെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ കാരണം യഹൂദന്മാർ ശമരിയയിൽ തമ്മിൽ ഒത്തിരി ഈ ഒരു വൈരാഗ്യം അവിടെ നിലനിന്നിരുന്നു. ഇവിടുത്തെ ചരിത്രപരമായ പശ്ചാത്തലമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവരുടെ ഈ ഒരു സംഘർഷത്തിന്റെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ശമരിയക്കാരും യഹൂദരും തമ്മിലുള്ള പ്രശ്നം എന്താണ്? കാരണം ഈ BC 722 722 BC ആയപ്പോൾ അശൂർ എന്ന് പറയുന്ന രാജ്യം, അസീറിയൻ കിങ്ഡം വന്നിട്ട് ഈ നോർത്തേൺ ഇസ്രായേലിനെ എന്ത് ചെയ്തെന്നറിയാമോ? കീഴടക്കി. നോർത്തേൺ ഇസ്രായേൽ എന്ന് പറയുന്ന 10 ഗോത്രങ്ങളാണ്. സദേൺ ഇസ്രായേൽ എന്ന് പറയുന്ന 2 ഗോത്രങ്ങൾ. അതാണ് യഹൂദ എന്ന് പറയുന്നത്. അതായത് ഈ യഹൂദയും ബെന്യാമിനും കൂടി ചേർന്ന ഗോത്രം. എന്നാൽ ഈ അശൂര് ഭരണകൂടം വന്നിട്ട് 722 ഈ 10 ഗോത്രങ്ങളെ കീഴടക്കിയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഈ ഇസ്രായേൽ ജനതയെ നാടുകടത്തി. കുറെ പേര്, നല്ലൊരു ശതമാനം ആൾക്കാരെ അവരുടെ നാട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് അവരുടെ നാട്ടിലുള്ള ജാതികളായിട്ടുള്ള ആൾക്കാരെ ഇസ്രായേലിന്റെ ഈ ഭൂപ്രദേശത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അവരുടെ ഇടയിൽ കൊണ്ടുവന്നിട്ട് അധിവസിപ്പിക്കുകയും, നമുക്കത് എവിടെ മനസ്സിലാകുന്നതെന്നറിയാമോ? 2 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് 17-ാം അധ്യായം 24-ാം വാക്യം വായിച്ചാൽ മനസ്സിലാകും. 2 രാജാക്കന്മാർ 17-24 അവിടെ ഇങ്ങനെ വായിക്കുന്ന ആ വാക്യം ശ്രദ്ധിക്കണം. അശൂർ രാജാവ് ബാബേൽ, കൂഥ, ഔവ, ഹമാത്ത്, സെഫർഫെയിം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. അവർ ശമരിയ കൈവശമാക്കി അതിന്റെ പട്ടണങ്ങളിൽ പാർത്തു. നിങ്ങൾ ആ വാക്യം വായിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ റെഫറൻസ് ഒക്കെ നേരത്തെ അയച്ചിരുന്നത്. 2 Kings chapter 17 verse 24. അപ്പൊ ഈ കുടിയേറ്റക്കാർ ആ ദേശത്ത് വന്നിട്ട് അവശേഷിക്കുന്ന ഇസ്രായേലിയരുമായിട്ടൊക്കെ മിശ്ര വിവാഹം ചെയ്തു, മാരിയേജ് ചെയ്തു, മിക്സഡ് മാരിയേജ്. അവിടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു സമ്മിശ്ര ജാതി വന്നു. അടുത്ത തലമുറ വന്നപ്പോൾ അവിടുത്തെ അപ്പനായിരിക്കും, എവിടുത്തെയാ സ്തോത്രം, അസീറിയൻ അപ്പനായിരിക്കും, അമ്മ യഹൂദിയായിരിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പം മിശ്ര സന്തതി ജനിച്ചു. അപ്പൊ അവരുടെ മറ്റൊരു പ്രശ്നം, മറ്റ് ദൈവങ്ങൾക്കൊപ്പം ഇസ്രായേലിന്റെ ദൈവത്തെയും കൂടെ ആരാധിക്കാൻ തുടങ്ങി. ഇവരുടെ വിശ്വാസത്തിനകത്ത് തന്നെ കലർപ്പ് വന്നു. അപ്പൊ അവരുടെ പിൻഗാമികളെയാണ് ശമരിയർ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കൾച്ചറിന് മാറ്റം വന്നു. അപ്പൊ ഇതാണ് അവിടെ വന്ന വലിയൊരു പ്രശ്നം. ഇത് പിശാച് ചെയ്തൊരു വലിയ പ്രവൃത്തിയാ. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്, സ്ത്രീയുടെ സന്തതി എന്ത് ചെയ്യും? സർപ്പത്തിന്റെ തലയെ തകർക്കും. ഇത് പിശാചിന്റെ ഉള്ളിലുണ്ട്. ഇത് ഏത് കുലത്തിന്നാ വരുന്നത്, എവിടുന്നാ വരുന്നതെന്ന് പിശാചിന് അറിയത്തില്ല. അതുകൊണ്ട് എവിടെയൊക്കെ വാഗ്ദത്ത സന്തതി ജനിക്കാൻ സാധ്യതയുണ്ട് അവിടെ എല്ലാം അവൻ കലർപ്പ് കലർത്തുകയാ, വിഷം കലർത്തുകയാ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാ അല്ലേ? അതുകൊണ്ടാണ് അബ്രഹാമിന്റെ ഭാര്യ സാറയുടെ ഗർഭം അടച്ചു, ഇസഹാക്കിന്റെ ഭാര്യ റിബേക്കയുടെ ഗർഭമടച്ചു. മനസ്സിലായോ? യാക്കോബിന്റെ ഭാര്യ റാഹേലിന്റെ ഗർഭമടച്ചു. കാരണം പിശാചിന് അറിയത്തില്ല ഇത് എവിടുന്നാ വരുന്നേ, പക്ഷെ എല്ലാം കലക്കുക. മോശയുടെ കാലത്ത് ഇസ്രായേൽ സന്തതികളെ മുഴുവനും കൊല്ലാൻ ശ്രമിച്ചു. എന്തുകൊണ്ടാ? വാഗ്ദത്ത സന്തതി ജനിക്കരുത്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ പോലും ഇവര് എന്ത് ചെയ്തു? പിശാച് അസീറിയൻസുമായിട്ട് മിങ്കിൾ ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഒരു മിശ്ര സന്തതികൾ ഉണ്ടാകാൻ വേണ്ടി, കലർപ്പുണ്ടാകാൻ വേണ്ടി, രക്തശുദ്ധി ശുദ്ധി ഇല്ലാതാക്കാൻ വേണ്ടി.
അപ്പൊ 1-ാം നൂറ്റാണ്ടായപ്പോഴത്തേനും യഹൂദന്മാരും ശമരിയക്കാരും തമ്മിൽ വലിയ ശത്രുക്കളായി മാറി. നീണ്ട വർഷത്തെ ഒരു ശത്രുത അവരുടെ മധ്യത്തിലുണ്ട്. 722 BC മുതൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ യഹൂദന്മാർക്ക് മനസ്സിലാക്കിയത് ഈ ശമരിയക്കാര് വംശീയമായും മതപരമായും ജാതികളോട് ഇടകലർന്നു പോയവരായിരുന്നു. അവർക്ക് രക്തശുദ്ധി നഷ്ടപ്പെട്ടു, അവരുടെ വിശ്വാസം ഇല്ലാതായി. അപ്പൊ യഹൂദർക്ക് ഭയങ്കര ദേഷ്യം ഇവരോട്. അപ്പൊ ഈ ദേഷ്യം കാരണം ശമരിയക്കാരും യഹൂദരോട് സംസാരിക്കത്തില്ല. ശമരിയക്കാർക്ക് യഹൂദരോട് ഭയങ്കര നീരസമായി. അതുകൊണ്ട് ഇവരുടെ ആരാധനാലയത്തിലും പോകാൻ പറ്റത്തില്ല. അവർക്ക് ആരാധനാലയം എവിടെയായിരുന്നു? യെരുശലേമിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ശമരിയക്കാർ എന്ത് ചെയ്തെന്നറിയാമോ? ഇവരുടെ പുതിയൊരു ആരാധനാലയം ഗെറിസീം പർവ്വതത്തിൽ നടത്തി. ഗെറിസീം മലയിൽ, അത് ശമരിയയിലാണ്. ഗെറിസീം പർവ്വതത്തിൽ അവരുടെ ആരാധന വ്യത്യസ്തമായ നിലയിൽ ജാതിക ദേവന്മാരെയും കൂടി ചേർത്ത് മിക്സഡ് വർഷിപ്പ് ചെയ്തു. സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നത് യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല. ഇതൊരു ചെറിയ അകൽച്ചയല്ലായിരുന്നു. ഈ രണ്ടു കൂട്ടരും തമ്മിൽ വലിയ ഒരു കൾച്ചറൽ വാൾ ഇതിന്റെ മധ്യത്തിൽ നിന്നിരുന്നു. ഒരു കൾച്ചറൽ വാൾ. അപ്പം മാത്രമല്ല, ഒരു യഹൂദ റബിയെ സംബന്ധിച്ചിടത്തോളം ശമരിയക്കാരുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ചർച്ചാ വിഷയം. അന്നത്തെ ന്യൂസ് ചാനലിലും പത്രമാധ്യമങ്ങളിലൊക്കെ വരും. ഭയങ്കര വിഷയമാണ്. അപ്പൊ ഇതൊരു എത്നിസിറ്റി പ്രശ്നമായി മാറി. ഒന്നാമത്തെ ജിയോഗ്രഫിക്കൽ പ്രോബ്ലം, രണ്ടാമത്തെ എത്നിസിറ്റി. 3ഉം 4ഉം ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഇത്രത്തോളം കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ സ്തോത്രം, നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ പ്രസാദ് ബ്രദർ ഉണ്ടോ? പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കുക. പ്രസാദ് ബ്രദർ ബിസി ആയിരിക്കും. ഓക്കെ, പ്രഭു ബ്രദർ. താങ്ക് യു. ஏசப்பா ஸ்தோத்திரம் ஸ்தோத்திரம் ஏசப்பா. ஆண்டரே, எங்களுக்கு இந்த ஒரு நல்ல நாளை எங்க அமைத்து தந்துரு நமக்கு கொடாக்கோடி நன்றி ஆண்டரே. ஆண்டரே, இன்னைக்கு நாங்க அதை படிக்கிறதுக்கான ஒரு வாய்ப்பு அமைத்து தந்துரு நமக்கு ஸ்தோத்திரம் ஏசப்பா. இன்று பங்கு குழந்தை எல்லாருக்கும் ஒரு நல்ல ஒரு வாய்ப்பு அமைந்தது ஏசப்பா, நமக்கு நன்றி ஆண்டரே. ஏசப்பா, இந்த எங்களுக்கு படித்த அந்த பாஸ்டர் கருத்து தருங்க ஏசப்பா, நடத்துங்க ஏசப்பா. இனி நெக்ஸ்ட் டைம் அடுத்த கண்டினியூஷனும் நாங்கள் ப்ராப்பரா அதை படிக்கவும் எங்களுக்கு பயனுள்ளது அமைகவும், അടുത്തത് വേറെ ആൾക്കാർക്ക് ഞങ്ങൾ ഇത് പറ്റി ചൊല്ലിക്കൊടുക്കും. നിങ്ങൾ ആശീർവാദം അമ്മ കൂടെ ഇരുന്ന് കൺമുഖാതെ. ആമേൻ. ആമേൻ. താങ്ക് യു. കർത്താവ് നിങ്ങളെ ധാരാളം സഹായിക്കട്ടെ. അടുത്ത ആഴ്ച 4-ാം അധ്യായം കംപ്ലീറ്റ് ആയിട്ട് വായിച്ചുകൊണ്ട് വരുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം സഹായിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.